ലോകത്തെ മനുഷ്യരിൽ ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യരൻ മുഴുവനും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ്. ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. ഒരാൾക്കും തർക്കമില്ലാത്ത വിഷയമാണ്. ആ സൃഷ്ടാവിനെ ആരാധിക്കണോ? നിന്നെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, അവനെ സൃഷ്ടിച്ച, ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെയല്ലേ ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അതേ എന്ന ഒരാൾക്കും അതിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹൻ നാസു ഉബ്ദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനത്ത് തമറാത്തി റിസ്ഖൻ ലകും فلا تجعلوا لله أندادا وأنتم تعلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, അല്ലയോ ജനങ്ങളെ, അല്ലയോ മുസ്ലിമീങ്ങളെ എന്ന് മാത്രമല്ല വിളിച്ചത്, അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അറേബ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത രക്ഷിതാവിനെയല്ല, അതുപോലെ തന്നെ ഏതെങ്കിലും നാടുകളിൽ നിന്നും ഇറക്കുമതി ചെയ്ത രക്ഷിതാവിനെയല്ല, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവ്, വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവരായ നിങ്ങളുടെ പിതാക്കളെയും പിതാമഹന്മാരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവ്, ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ച കാര്യമാണ്. ആരാണ് രക്ഷിതാവ്? അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ, ഭൂമിയെ മെത്തയാക്കി തന്ന, വാസയോഗ്യമാക്കി തന്ന രക്ഷിതാവ്. അതുപോലെ തന്നെ വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽപ്പുരയാക്കി തന്ന രക്ഷിതാവ്. അതുപോലെ തന്നെ ആരാണവൻ? വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തന്ന രക്ഷിതാവ്. അഖ്റജ ബിഹി മിനത്ത് തമറാത്തി റിസ്ഖൻ ലകും, നിങ്ങൾക്ക് ഉപജീവനമായിട്ട് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ റിസ്ഖുകൾ, തമറാത്തുകൾ പുറപ്പെടുവിപ്പിച്ചു തന്ന, ഫലവൃക്ഷങ്ങൾ പുറപ്പെടുവിപ്പിച്ചു തന്ന രക്ഷിതാവ്. ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, നിങ്ങൾ ആ രക്ഷിതാവിന് സമന്മാരായി ഒരാളെയും വെക്കരുത്. നിങ്ങൾ ആരാധിക്കുമ്പോൾ ആ രക്ഷിതാവിന്റെ കൂടെ വേറൊരാളെ, ആ രക്ഷിതാവ് സൃഷ്ടിച്ചവനായ ഒരു വ്യക്തിയെ, ആ രക്ഷിതാവ് പരിപാലിക്കുന്നവനായ ഒരു വ്യക്തിയെ, ആ രക്ഷിതാവ് ഉപജീവനം നൽകിയതായ ഒരു വ്യക്തിയെ, ആ രക്ഷിതാവിനെ പോലെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി ചെയ്യരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതിനാൽ നമ്മളാരും കണ്ടിട്ടില്ലാത്ത ആ രക്ഷിതാവിനെ, ലോകത്തെ മനുഷ്യരാരും ആ രക്ഷിതാവിനെ കണ്ടിട്ടില്ല. ഏതൊരു മതക്കാരനോട് ചോദിച്ചു നോക്ക്, നിന്റെ രക്ഷിതാവിനെ നീ കണ്ടിട്ടുണ്ടോ? നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിനെ നീ കണ്ടിട്ടുണ്ടോ? ചോദിച്ചാൽ അവൻ പറയും, എന്റെ രക്ഷിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളവരൊന്നും എന്റെ രക്ഷിതാവല്ല, ഞാൻ കണ്ടവരൊന്നും എന്റെ രക്ഷിതാവല്ലെന്ന് ഏത് മതക്കാരനും ഉത്തരം നൽകും. ആ മതക്കാരോടൊക്കെ പറയാനുള്ളത് ആ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. നീ പറഞ്ഞല്ലോ നിന്റെ രക്ഷിതാവിനെ നീ കണ്ടിട്ടില്ലെന്ന്, ആ കണ്ടിട്ടുള്ളവരൊന്നും എന്റെ രക്ഷിതാവല്ലെന്ന്, എങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. അതാകുന്നു ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആശയം. ഇസ്ലാം എന്താണ്? ഇസ്ലാം ആ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക. ലോകത്തെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു റബ്ബുണ്ട്. നമ്മളുടെ നാട്ടിലെ പല നാടൻ ദൈവങ്ങളെയും വേറെ നാടുകൾക്ക് അറിയണമെന്നില്ല. മറ്റു നാടുകളിലെ നാടൻ ദൈവങ്ങൾ അവരെ ഇവിടെ അറിയണമെന്നില്ല. ചില ദൈവങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അതായത് ദൈവമായി പലരും ആരാധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പലരും അത്ഭുതപ്പെടും. ഈ നാട്ടുകാർ ആ നാട്ടുകാരന്റെ ദൈവത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതെന്താണിതെന്ന് ചോദിക്കും. ഈ നാട്ടുകാരുടെ ദൈവത്തിനെ കുറിച്ച് ആ നാട്ടുകാർ കേൾക്കുമ്പോൾ ഇതെന്താണ് സംഭവം? പക്ഷേ ലോകത്തിന്റെ രക്ഷിതാവിനെ അറിയാത്തവരാരുമില്ല. ലോകത്തിന്റെ രക്ഷിതാവിന് ഏത് നാട്ടിലും വ്യത്യാസമില്ല. എല്ലാ നാട്ടുകാർക്കും അറിയുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിനെ പടച്ചൊരു റബ്ബുണ്ട്. അമേരിക്കയിൽ പോയി നീ ചോദിച്ചാലും, ലണ്ടനിൽ പോയി നീ ചോദിച്ചാലും, ആഫ്രിക്കയിലെ ഉൾവനങ്ങളിൽ നീ ചോദിച്ചാലും, മരുഭൂമികളിൽ പോയി അന്വേഷിച്ചാലും, ഇന്ത്യയിൽ നീ ചോദിച്ചാലും, ഇന്തോനേഷ്യയിൽ പോയി നീ ചോദിച്ചാലും, ലോകത്തിന്റെ രക്ഷിതാവ് ആരാണ് എന്ന ഉത്തരത്തിന് അവർക്കെല്ലാവർക്കും ഒരൊറ്റ ഉത്തരമേ ഉണ്ടാകൂ. അത് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചൊരു കൈയായിരിക്കും. മുകളിലുള്ളവനാണ് എന്റെ രക്ഷിതാവ്. ആ രക്ഷിതാവിനെ വേണം നിങ്ങൾ ആരാധിക്കാൻ എന്ന് പറയുന്നു. ലോകത്തെ ഒരേ ഒരു മതം
അത് ഇസ്ലാം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഖുൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസിലൂടെ പഠിപ്പിക്കുകയാണ്. ഖുൽ നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു അവൻ ഏകനാകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാകുന്നു. ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ. അങ്ങനെ ആശ്രയം ആവശ്യമില്ലാത്തവനെ രക്ഷിതാവാകാൻ കഴിയുകയുള്ളൂ. ആശ്രയം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ആരെയാണോ ആശ്രയിക്കുന്നത് ആ ആൾ രക്ഷിതാവായേനെ. ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ എത്രയെത്ര ആരാധിക്കപ്പെടുന്ന ആളുകളാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നമ്മൾ ആരാധിക്കുന്ന തീയിനെ നമ്മൾ വേണം സംരക്ഷിക്കാൻ. നമ്മൾ നോക്കിയില്ലെങ്കിൽ തീ അണഞ്ഞു പോകും. നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നമ്മൾ വേണം സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഒരു വീഴ്ച വീണാൽ അത് ഉടഞ്ഞു പോകും. നമ്മൾ ആരാധിക്കുന്ന വ്യക്തികളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ വ്യക്തി രോഗം പിടിച്ച് മരിച്ചു പോകും. നമ്മൾ ആരാധിക്കുന്ന വസ്തുക്കളെ നമ്മൾ വേണം സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ അതിനെ കള്ളന്മാർ കട്ടുകൊണ്ടുപോകും എന്ന് വേവലാതിപ്പെടുന്ന എത്ര മനസ്സുകളും. എന്നാൽ ലോകത്തിന്റെ രക്ഷിതാവ്, അവന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന റബ്ബ് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. ജനിക്കുണ്ടാവുക എന്ന് പറഞ്ഞ കാര്യം ഉള്ളവനെ ഞങ്ങൾ റബ്ബായി വിശ്വസിക്കുന്നില്ല. ലോകത്തിനെ സൃഷ്ടിച്ച റബ്ബ് അവൻ ജനിച്ചുണ്ടാവാത്തവനാണ്. ജനിച്ച് പുതിയതായി ഉണ്ടായവനല്ലവൻ. ആരെങ്കിലും ജനിപ്പിച്ചവനുമല്ലവൻ. ഒരു മകനുണ്ടായവനല്ലവൻ. ഒരു മകനായി ജനിച്ചവനുമല്ലവൻ. അവൻ എന്നെന്നും ഉള്ളവനാണ്. എന്നെന്നും ഉള്ളവനല്ലാതെ ഈ ലോകം പടക്കുക സാധ്യമല്ല തന്നെ. ലോകം ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ സൃഷ്ടിച്ചിട്ടുള്ള എന്നെന്നും ഉള്ളവൻ അവനാകുന്നു ഞങ്ങളുടെ റബ്ബ് എന്ന് സൂറത്തുൽ ഇഖ്ലാസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സമദ്, ഒരാളുടെയും ആശ്രയം അവന് ആവശ്യമില്ല. ഒരാൾ ഉണ്ടാക്കുക എന്നുള്ള ആശ്രയം അവൻ ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ഒരു കുട്ടിയെ ഉണ്ടാക്കിയവനല്ല. ചില ആളുകൾ പറയുന്നത് അള്ളാഹുവിന് മകനുണ്ട് എന്നാണ്. മറ്റു ചില ആളുകൾ പറയുന്നത് അള്ളാഹുവിന് മകളുണ്ട് എന്നാണ്. വേറെ ചില ആളുകൾ പറയുന്നത് കുറെ മക്കളുണ്ട് എന്നാണ്. അവർക്ക് തോന്നുന്നവരൊക്കെ അള്ളാഹുവിന്റെ മക്കളാക്കി, ദൈവത്തിന്റെ മക്കളാക്കി ചേർത്ത് കൊടുക്കുകയാണ്. എനിക്കൊരാളെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയാണ് ഇത് അള്ളാഹുടെ മോനാണ്, ഇത് ദൈവത്തിന്റെ ലോകരക്ഷിതാവിന്റെ മോനാണ്. വേറൊരാൾ വന്നിട്ട് പറയാം എനിക്ക് ഇയാളെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഇയാളാണ് ലോകരക്ഷിതാവിന്റെ മോൻ. അങ്ങനെ ഓരോരുത്തരും മക്കള് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുകയാണ്. അള്ളാഹു ലം യലിദ്, അവൻ മക്കളെ ഉണ്ടാക്കിയവനല്ല. വലം യൂലദ്, അവൻ ഒരു മകനായി ജനിപ്പിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെയില്ല. യാ അയ്യുഹൻ الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا